കുഞ്ഞുസേ, നമ്മളുണ്ടാക്കിയ ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് ഫുഡ്? ഇവിടെ അയർലൻഡിൽ ചില അവധി ദിവസങ്ങളിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാറുണ്ട്. ഒത്തുകൂടലിന്റെ മെയിൻ ഉദ്ദേശം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, രണ്ടെണ്ണം അടിച്ച് കഥയാൻ പറഞ്ഞിരിക്കുക. നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വന്നിട്ട് ഇപ്രാവശ്യം കൂടിയത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കുടിക്കാമെന്ന്. സാധാരണ നമ്മൾ സൗത്ത് ഇന്ത്യനോ നോർത്ത് ഇന്ത്യനൊക്കെ ആയിരിക്കും, ഇപ്രാവശ്യം ഒരു കോണ്ടി സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ച്. പിന്നെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അനിതയാണ്. അനിത കട്ടിങ്ങിലും കുക്കിങ്ങിലും കുറച്ച് സ്ലോ ആണെങ്കിലും പാത്രം കഴുകുന്ന കാര്യത്തിൽ കുറച്ച് ഫാസ്റ്റാണ്. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്കിന്ന് കോണ്ടി ഫുഡ് മാത്രമല്ല കേട്ടോ, സൗത്ത് ഇന്ത്യനും ഉണ്ട്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒരു പോർക്ക് റോസ്റ്റ് അങ്ങ് ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഒത്തുകൂടുന്ന ദിവസം അവധിയുള്ളവരൊക്കെ രാവിലെ തന്നെ വരും സഹായിക്കാൻ വേണ്ടി. ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് പ്രഹസനം കാണിച്ചു വരുന്നത് കുട്ടനും മെറീനെയാണ്. വന്നോടനെ തന്നെ മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കനിൽ വെറുതെ ഒരു നാരങ്ങ എടുത്ത് സ്ക്യൂസ് ഓഫ് ലെമൺ എന്നും പറഞ്ഞ് വെറുതെ പൊഴിഞ്ഞു കളിക്കുക. പിന്നെ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞൂസ് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനത്തെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തിട്ട് മെയിൻ തട്ടകമായ വാഷിങ്ങിലേക്ക് പോയിട്ടുണ്ട്. കുട്ടനെ കുത്തിമറിക്കുന്നത് കപ്പപ്പുഴുക്കൊന്നുമല്ല, നമ്മുടെ അയർലൻഡിന്റെ സ്വന്തം സ്മാഷ് പൊട്ടറ്റോ. കിഴങ്ങ് പുഴുങ്ങി കുത്തിക്കൊഴിച്ചത്, അതാണ് സംഭവം. ഞാൻ അതിന് ഒരു കേക്കിന്റെ ട്രേയില് പാലറ്റ് നൈഫൊക്കെ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുത്തു. വെറുതെ ഒരു വെറൈറ്റി പിടിച്ചതാണ്. ഇത് നമ്മളെ കോണ്ടി സ്റ്റൈൽ ചിക്കൻ ഗ്രില്ല്. സ്കിന്നോട് കൂടിയുള്ള ചിക്കനിൽ ഒരു സ്പെഷ്യൽ കോണ്ടി മസാലയൊക്കെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് വെജിറ്റബിളും ഹെർബ്സൊക്കെ ഇട്ട് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്ന സംഭവമാണ്. ഇതൊരു പ്രോപ്പർ കോണ്ടി ഡിഷ് ഒന്നും പറയാൻ പറ്റില്ല, എൻ്റെതായ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മളെ തട്ടുകട സ്റ്റൈല് ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈക്കുള്ള മസാലയൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ച്, പിന്നെ നമ്മളെ കോണ്ടി സ്റ്റൈൽ ചിക്കൻ്റെയും മസാലയൊക്കെ രാവിലെ തന്നെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അയർലൻഡിൽ ഇങ്ങനെയുള്ള ഒത്തുകൂടലൊക്കെ വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ ബിസി ലൈഫിനിടയിൽ ഇതൊക്കെയാണ് നമുക്കൊരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മളെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് ഡ്യൂട്ടിയിലാണ്, അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം എത്തും. ഈ കലക്കിക്കൊണ്ടിരിക്കുന്നത് പായസം എന്നല്ല, നമ്മളെ ചിക്കൻ ഗ്രില്ലിനോട് കഴിക്കുന്ന ഗാർലിക് മഷ്റൂം സോസാണ്. 180 ഡിഗ്രിയിൽ ഏകദേശം 1 മണിക്കൂറിലെടുക്കും ചിക്കൻ ഗ്രില്ല് റെഡിയായി കിട്ടാൻ. അങ്ങനെ ഞാനുണ്ടാക്കിയ എൻ്റെ വെറൈറ്റി സ്പെഷ്യൽ മെനു റെഡിയായിരിക്കുകയാണ്. കോണ്ടി സ്റ്റൈൽ ചിക്കൻ ഗ്രില്ല്, കപ്പ പുഴുങ്ങിയത്, ഗാർലിക് മഷ്റൂം സോസ്, ചിക്കൻ ഫ്രൈ, തേങ്ങാ കൊത്തിട്ട പോർക്ക് റോസ്റ്റ്, ബോയിൽഡ് വെജിറ്റബിൾ, ബട്ടർ റൈസ്, സ്മാഷ് പൊട്ടറ്റോ. എൻ്റെ ഈ സ്പെഷ്യൽ മെനു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം കഴിക്കുന്നതിന് മുമ്പ് 2 അടിക്കണം, അതാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒത്തുകൂടലിന് 7 മണിയായപ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ചേച്ചിമാർക്ക് വൈനും ചേട്ടന്മാർക്ക് വിസ്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ചിയേഴ്സ്.